നമസ്കാരം. കാലചക്രത്തിൻ്റെ തിരിവുകളിൽ ചില സമയങ്ങൾ അങ്ങനെയാണ്. എത്ര വലിയ കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയ വ്യക്തിയാണെങ്കിലും വിധി അവർക്കായി ഐശ്വര്യത്തിൻ്റെ വലിയ വാതിലുകൾ തുറക്കും. ഈ വരുന്ന ജൂലൈ മാസം 27 മുതൽ അത്തരമൊരു അപൂർവ ഗൃഹമാറ്റത്തിനാണ് പ്രപഞ്ചം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും, കഷ്ടപ്പാടുകളും, കടബാധ്യതകളും അവസാനിക്കാനും തടസ്സപ്പെട്ട് കിടന്ന എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ നിവൃത്തിയാകാനും പോകുന്ന ഒരു അപൂർവ സുദിനം. പ്രത്യേകിച്ച് രാഷ്ട്രീയ ജീവിതത്തിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സമൂഹത്തിൽ ഉന്നത പദവിയും വലിയ യശസ്സും ആഗ്രഹിക്കുന്നവർക്കും ഇനി വരുന്ന കാലം വൻ ഉയർച്ചയുടേതാണ്. ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് കൃത്യമായി ആ 10 നക്ഷത്രജാതകരുടെ വിശേഷങ്ങളാണ്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്നറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക. അതുപോലെ തന്നെ ഈ അപൂർവ ദിനത്തോടനുബന്ധിച്ച് ശത്രുദോഷങ്ങളും ഗ്രഹപ്പിഴകളും മാറി ഐശ്വര്യം വരാൻ മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പുണ്യപൂജയിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. ജൂലൈ 27 എന്ന തീയതി ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ശുഭകരമായ സംക്രമണങ്ങളും അനുബന്ധ ഗ്രഹനിലകളും ചില പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി കടാക്ഷവും രാജയോഗവും ചൊരിയുന്നു. പലരും വർഷങ്ങളായി അധ്വാനിച്ചിട്ടും യാതൊരു ഫലവും കിട്ടാതെ വിഷമിക്കുന്നുണ്ടാവും. വ്യവഹാരങ്ങളിൽ തോറ്റവർ, ജോലിയിൽ അർഹിച്ച അംഗീകാരം കിട്ടാത്തവർ, രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ എത്ര ശ്രമിച്ചിട്ടും മുൻപന്തിയിലേക്ക് വരാൻ കഴിയാത്തവർ, വലിയ വഴിത്തിരിവാണ് മുന്നിലുള്ളത്. ഗ്രഹങ്ങളുടെ ഈ ശുഭമാറ്റം ഏതൊക്കെ 10 നക്ഷത്രക്കാരെയാണ് സർവസമ്പന്നതയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നതെന്ന് നമുക്ക് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഏറ്റവുമധികം ഭാഗ്യം, ഏറ്റവുമധികം നേട്ടം, സർവൈശ്വര്യം, ഉയർച്ച ഒക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രജാതകർ ചില പ്രധാന വഴിപാടുകൾ ചെയ്യണം, ക്ഷേത്രദർശനം നടത്തണം. തീർച്ചയായിട്ടും ഇനി വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ഇവരെ സംബന്ധിച്ച്. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ അറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രജാതകർക്ക് തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയുണ്ടാകും. ഉന്നത സ്ഥാനമാനങ്ങൾ തേടിയെത്തും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനശ്രദ്ധയും വലിയ പദവികളും ലഭിക്കാൻ അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും. ധനം ധാരാളം വന്നു ചേരും. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് വിദേശത്ത് അനുകൂലമായ പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയം. രണ്ടാമത്തെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ധനപരമായ തടസ്സങ്ങൾ എല്ലാം മാറും. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരികെ വരും. അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത കാണുന്നു. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. മൂന്നാമത്തെ നക്ഷത്രം മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്ര ജാതകർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി സഫലമാകും. വ്യവസായത്തിലോ ബിസിനസ്സിലോ വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ സുഗമമായി നടക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് മകയിരം എത്തുന്നത്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദ നക്ഷത്ര ജാതകരുടെ തൊഴിൽപരമായ പ്രതിസന്ധികൾ മാറും. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക്
മികച്ച അവസരങ്ങൾ ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക് മനസ്സിൽ വിചാരിക്കാത്ത രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും മകം നക്ഷത്ര ജാതകർ എത്തും. സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാകും. ഞാനീ പറയുന്നതൊക്കെ പൊതുവായ ഫലമാണ്. പൂർണ്ണമായ നിങ്ങളുടെ ഫലങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്ര ജാതകർക്ക് ഭൂമിപരമായ ഇടപാടുകളിൽ നിന്നും വലിയ ലാഭമുണ്ടാകും. വീട് പണി ആരംഭിക്കാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർ അതിനുള്ള സാഹചര്യം ഒരുക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും നിങ്ങളെ തേടിയെത്തും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും. ഏഴാമത്തെ നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്ക് കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വലിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ലാഭകരമാകും. രാഷ്ട്രീയത്തിലോ പ്രസ്ഥാനങ്ങളിലോ പുതിയ നേതൃസ്ഥാനങ്ങളിലേക്ക് ഇവർ തിരഞ്ഞെടുക്കപ്പെടും. ഭാഗ്യവും നേട്ടവും ഉയർച്ചയുമൊക്കെ നിങ്ങൾക്കിനി വന്നു ചേരുന്ന സമയമാണ്. അടുത്ത എട്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതകർക്ക് ശത്രുദോഷങ്ങളും കണ്ണീറുകളും മാറി കാര്യവിജയം കൈവരും. സാമ്പത്തികമായി വലിയൊരു കരകയറ്റം സാധ്യമാകും. കുടുംബത്തിൽ ഐശ്വര്യവും മംഗല്യയോഗവും തെളിയും. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. മൂലം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ ഉത്രാടം നക്ഷത്ര ജാതകർ തന്നെയാണ്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഔദ്യോഗിക രംഗത്ത് പ്രമോഷനോ വലിയ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കും. പൊതുജനബന്ധം ശക്തമാകും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം മാത്രം കൈവരുന്ന ഒരു സമയമാണിത്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് മനസ്സിന് ഭാരമായിരുന്ന വലിയൊരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ലഭിക്കും. ധനസമൃദ്ധിയും വീട്ടിൽ സന്തോഷ അന്തരീക്ഷവും ഉണ്ടാകും. കൃഷി, ബിസിനസ് എന്നീ മേഖലയിലുള്ളവർക്ക് വൻ ലാഭം പ്രതീക്ഷിക്കാം. പ്രിയമുള്ളവരെ, ഗ്രഹനിലകൾ എത്രത്തോളം അനുകൂലമാണെങ്കിലും നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങളും ചെറിയ ദോഷങ്ങളും ഇതിൻ്റെ പൂർണ്ണഫലം അനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കാം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഐശ്വര്യം ഇരട്ടിയാക്കും. ചില കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമതായി ക്ഷേത്രദർശനം. ഈ 10 നക്ഷത്രക്കാരും തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും ത്രിമധുരം അല്ലെങ്കിൽ നെയ്വിളക്ക് വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുക. 2. മുത്തുമാരിയമ്മൻ പൂജ. എല്ലാവിധ ശത്രുദോഷങ്ങളും രോഗപീഠകളും മാറ്റി സർവസമ്പന്നത നൽകുന്ന ഒന്നാണ് മുത്തുമാരിയമ്മൻ അധിഷ്ഠിതമായ പ്രത്യേക പൂജ. അമ്മയുടെ നടയിൽ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും പേരും നക്ഷത്രവും ചൊല്ലി അർച്ചന നടത്തുന്നത് ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം തച്ചുടയ്ക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന മുത്തുമാരിയമ്മൻ പ്രത്യേക പൂജയിൽ പങ്കുചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സർവകാര്യ വിജയവും ഉറപ്പാക്കൂ. പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേക അർച്ചനയും പ്രാർത്ഥനയും നടത്തുന്നതായിരിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കൃത്യമായ ജ്യോതിഷ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം, കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.